നമസ്കാരം. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വാതരോഗങ്ങൾ പലതരത്തിലാണുള്ളത്. അതിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അഥവാ ആമവാദം എന്ന് പറയുന്നത്. ഏകദേശം 75% ഇത് സ്ത്രീകളിലാണ് കണ്ടുവരുന്നത്. പുരുഷന്മാരിൽ കാണത്തില്ല എന്നല്ല, കൂടുതലും സ്ത്രീകളിലാണ് കാണപ്പെടുന്നത്. ശരീരത്തിലെ രണ്ട് സൈഡിലെ ജോയിൻറ്റുകളിലും ഇത് ഒരേപോലെ അഫക്റ്റഡ് ആവാം. ചെറിയ ജോയിൻറ്റുകളിലാണ് ഇത് തുടങ്ങുന്നത്, കൈകാലുകളിലെ ജോയിൻറ്റുകളിലാണ്. പിന്നെ ക്രമേണ എല്ലാ ജോയിൻറ്റുകളിലേക്കും ഇത് അഫക്റ്റഡ് ആവാം. തുടക്കത്തിൽ ശരീരം മൊത്തത്തിൽ വേദന അനുഭവപ്പെടുക, പിന്നെ അഫക്റ്റഡായ ജോയിൻറ്റിൽ അസഹനീയമായ വേദന, നീര്, റെഡ്നെസ്, ചൂട് ഒക്കെ അനുഭവപ്പെടാം, സ്റ്റിഫ്നെസ് ഒക്കെ അനുഭവപ്പെടാം. മോർണിംഗ് സ്റ്റിഫ്നെസ് അഥവാ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം, ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം ഒക്കെ ഫസ്റ്റ് മൂവ്മെൻറ്റിൽ ശക്തമായ വേദന അനുഭവപ്പെടുക. ആദ്യത്തെ കുറച്ച് നേരം വേദന അനുഭവപ്പെടുക, പിന്നെ കുറച്ച് മൂവ്മെൻറ്റ് ഉണ്ടായതിന് ശേഷം, കുറച്ച് നടന്നതിന് ശേഷം വേദന ക്രമേണ കുറഞ്ഞു വരിക. അതാണ് മോർണിംഗ് സ്റ്റിഫ്നെസ്. അതാണ് ആമവാദത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ജോയിൻറ്റുകളിൽ അസ്ഥിയെ കവർ ചെയ്യുന്ന, ആവരണം ചെയ്യുന്ന ലൈനിങ്ങുകളിൽ ഉണ്ടാവുന്ന നീർക്കെട്ടാണ് ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വേദന ഉണ്ടാകുമ്പോഴേ നമ്മൾ പെയിൻ കില്ലറുകൾ, വേദനാ സംഹാരികൾ കഴിക്കുന്നത് ഒഴിവാക്കണം. കാരണം വേദനാ സംഹാരികൾ കഴിക്കുമ്പോൾ വേദന കുറയും, പക്ഷേ ഈ ലൈനിങ്ങിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് അവിടെ നിൽക്കുകയും കാലക്രമേണ അസ്ഥികൾക്ക് തേയ്മാനം സംഭവിക്കുകയും കൂടുതൽ ഡിഫോമിറ്റി ഉണ്ടാകുകയും ചെയ്യും. കാലപ്പഴക്കം ചെല്ലും തോറും പലതരത്തിലുള്ള ഡിഫോമിറ്റികൾ ഈ ആമവാദം മൂലം ഉണ്ടാവാം. ചിത്രത്തിൽ കാണുന്ന പോലെ കൈകളിലുണ്ടാകുന്ന സ്വാൻ നെക്ക് ഡിഫോമിറ്റി, ഹാലസ് വൾഗസ്, ഹിച്ച് ഹെക്കസ് തമ്പ്, ഹാമേഴ്സ് ടോ, ബട്ടൺ ഹോൾ ഡിഫോമിറ്റി തുടങ്ങിയ പേരുകൾ അറിയപ്പെടുന്ന പല ചേഞ്ചസും ഈ ആമവാദം ഉണ്ടാക്കാം. പിന്നെ ഈ ആമവാദമാണ് എന്ന് സ്ഥിരീകരിക്കാനായിട്ട് നമ്മൾ ബ്ലഡിൽ RA ഫാക്ടർ, അതുപോലെ തന്നെ ESR നോക്കുമ്പോൾ ESR കൂടി നിൽക്കും. ചില കണ്ടീഷനിൽ RA ഫാക്ടർ നെഗറ്റീവ് ആയിരിക്കും, പക്ഷേ ലക്ഷണങ്ങളെല്ലാം ആമവാദത്തിൻ്റെ ആയിരിക്കും. അങ്ങനെയുള്ളപ്പോൾ എക്സ്റേ അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് നോക്കിയൊക്കെയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. ആമവാദം എന്ന് പറയുന്നത് ഓട്ടോഇമ്യൂൺ വിഭാഗത്തിൽപ്പെടുന്ന ഒരു രോഗമാണ്. ഹോമിയോപ്പതിയിൽ ഓട്ടോഇമ്യൂൺ രോഗങ്ങൾക്ക്, വാതരോഗങ്ങൾക്ക് വളരെ നല്ല ട്രീറ്റ്മെൻറ്റ് ലഭ്യമാണ്. തുടക്കത്തിൽ തന്നെ ചികിത്സിക്കുകയാണെങ്കിൽ കൂടുതൽ ഡിഫോമിറ്റികൾ, കൂടുതൽ തേയ്മാനങ്ങൾ ഉണ്ടാകാതെ തന്നെ ഇത് കൺട്രോൾ ചെയ്ത് പിടിച്ചു നിർത്താൻ സാധിക്കും.